പിന്നെ ഈ പറഞ്ഞാൽ ഇപ്പോഴത്തെ പട്ടാമ്പി കണ്ടില്ലേ, മൊത്തം റോഡും പൊടിയും. ഈ പൊടിക്കകത്ത് നിന്നാൽ തന്നെ പല പ്രശ്നങ്ങളും വരും. ഞാൻ ഉദായിപ്പണി പറയണ്ടോ ഇവിടുത്തെ ഷവായി ഹലോ, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ബാ ബാ ബാ. അപ്പോ എന്നത്തെയും പോലെ ഇന്ന് നമ്മുടെ വിഷ്ണു, അദീപ്, പിന്നെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് കൂടി ഉണ്ട്. ആ ഗസ്റ്റിനെ നമുക്ക് വിഷ്ണുവിനെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം. നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ നബീൽ ഷാ. ഹായ്. അപ്പൊ നമുക്ക് ഡോക്ടറെ കുറിച്ചിട്ട് തുടങ്ങാം. ഡോക്ടർ ജനിച്ചു വളർന്നൊക്കെ എവിടെയാണ്? ഞാൻ ജനിച്ചതൊക്കെ ട്രിവാൻഡ്രത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്തൊക്കെ ആയിരുന്നു പഠിത്തവും കാര്യങ്ങളൊക്കെ. എവിടെ പഠിച്ച്? ഒരു 8ാം ക്ലാസ് വരെ നമ്മള് പുറത്തായിരുന്നു, UAE-ല്. പിന്നെ അതിനുശേഷം നാട്ടിൽ വന്നു. ഒരു 2 വർഷം ട്രിവാൻഡ്രം, 2 വർഷം തിരുവല്ല, പിന്നെ ഒരു 12 വർഷം മംഗലാപുരം. പഠിക്കാനൊരു കാര്യമില്ല, പഠിച്ചു നമ്മളെ പോലെ നമ്മളെ പോലല്ല, ഇവനെ പോലെ. ഡോക്ടറുടെ കഴിവ് കണ്ടിട്ട് ഓരോ ആൾക്കാർ അവരെ അങ്ങോട്ട് ക്ഷണിക്കുക, ഡോക്ടർ അങ്ങോട്ട് ക്ഷണിക്കുക. എന്തിനാണോ അവിടെ ഡോക്ടറുടെ സേവനം ആവശ്യമില്ല. നിങ്ങൾ ക്ഷണിച്ചില്ലേ? അതേപോലെ അന്നേ ഒരു കില്ലാടിയാണ്. അത് കാരണം ഓരോരുത്തർ ഇതിന് എല്ലാരും കാര്യങ്ങളും അറിയാം. എല്ലാതും അന്റെ വഴിയാണ് ഞങ്ങളിലേക്ക്. അത് ഓരോട് പറയിപ്പിക്കണം, അതാണ് ഇങ്ങോട്ട് എത്തുന്നത്. ശരി, ഇവനാ മെയിൻ കണക്ഷൻ അല്ലേ? എല്ലാത്തിന്റെയും ലിങ്ക് ഉണ്ട്. ഇവിടെ വന്ന പ്രേമനാണെങ്കിലും അഭിലാഷാണെങ്കിലും എല്ലാം ഇപ്പം വന്നിട്ടുള്ള കണക്ഷൻ, എല്ലാ ലിങ്കും. അതെ. പക്ഷെ ഞാനൊക്കെ ഒരു 3 മാസം 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ അടുത്തൊന്ന് മര്യാദക്ക് മിങ്കിൾ ചെയ്ത് അതുവരെ രാത്രി വന്നതിന് ശേഷം ഒരു പ്രാവശ്യം ആരിസ്ക പരിചയപ്പെടുത്തി തന്നു. അതിനുശേഷം പിറ്റത്തെ ആഴ്ച ടർഫിലേക്ക് കളിക്കാൻ പോയി. അല്ല, അതിനു മുന്നേ നമ്മുടെ വീട് പറയുമ്പോ ആളെ ഇങ്ങോട്ട് വന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ആള് പട്ടാമ്പിക്ക് ഈ ഡോക്ടറെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇവിടെ ഞങ്ങളുടെ ഡാസിൽ ഡെന്റൽ കെയർ ഉണ്ട്. അതായത് പട്ടാമ്പിയിൽ ഒരു ക്ലിനിക്കാണ്, ഒരു വലിയ ക്ലിനിക്കാണ് ഡാസിൽ ഡെന്റൽ കെയർ. അപ്പൊ അവിടേക്ക് ഗൾഫിൽ നിന്നല്ലേ, ഗൾഫിലായിരുന്നു. പക്ഷെ മാംഗ്ലൂരായിരുന്നു പഠിത്തവും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക്. അവിടുന്ന് ഈ ക്ലിനിക്കിലേക്ക് വന്നു. അങ്ങനെ ഇവിടുന്ന് പരിചയപ്പെട്ട് പിന്നീട് ഒരു 3.5 വർഷത്തെ സൗഹൃദല്ലേ. 3 വർഷം 9 മാസം. 3 വർഷം 9 മാസത്തെ ഒരു സൗഹൃദമാണ്. പിന്നീട് ഗൾഫിലേക്ക് പോയി. ഇപ്പൊ നമ്മുടെ പോഡ്കാസ്റ്റ് ജീവിക്കാൻ വേണ്ടിട്ട് നാട്ടിൽ വന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് വന്ന നമ്മൾ വളരെ വേണ്ടപ്പെട്ടൊരു ഡോക്ടർ. അത് പറഞ്ഞപ്പോഴേ ഇവന്റെ തുടക്കം എങ്ങനെ ഇവന്റെ അടുത്ത് കമ്പനി ആണെന്ന് വെച്ചാൽ, ആദ്യം നമ്മള് ഉദായിപ്പണി പറയണ്ടോ പാടത്തല്ലായിരുന്നു റൂം. അപ്പൊ റൂം ഇങ്ങനെ ഇവനിങ്ങനെ എവിടെ എങ്ങനെ എപ്പൊ കണ്ടാലും ഡോക്ടറെ റൂം ഫ്രീ. എന്താ ചെയ്യാ, നമുക്ക് ഇതേപോലെ അന്ന് നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ അന്നത്തെ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങിയിട്ടില്ല, അത് ഇറക്കാൻ പറ്റില്ല. നമ്മളോട് പറഞ്ഞില്ലല്ലോ വിളിച്ചത്. അതെന്താറിയോ, നമ്മളന്ന് നമുക്ക് കുറെ വീഡിയോസ് പരിപാടി ഉണ്ട്, നമ്മൾ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഓരോ സ്ഥലമൊക്കെ ഇപ്പൊ നമ്മളിപ്പോ വലിയ വേറെ ആൾക്കാരൊക്കെ പോകാൻ അതിനുവേണ്ടി ഓരോ സ്ഥലം നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഡോക്ടറെ. പക്ഷെ സ്ഥലം കൂടാണ്ട് സമയം കൂടെ ചോദിക്കാറുണ്ടായിരുന്നല്ലോ. ആരും ഇല്ലാത്ത സമയം എപ്പോഴാന്നാണ് ചോദിച്ചത്. അതെ അതെ, എല്ലാ കാര്യങ്ങളും ആരും ഇല്ലാത്തപ്പോഴാണല്ലോ ചോദിച്ചത്. സത്യങ്ങൾ ഓരോ കമ്പനിയാക്കി തരും. അതിന്റെ ഓരോ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു തുറന്ന പുസ്തകമാണ്. ഞാൻ അങ്ങനെ കള്ളത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല.
അത് കള്ളത്തിലാന്ന് ആര് പറഞ്ഞു? അല്ല പറയാ അവന്റെ വിചാരം എന്തോ കളത്തരത്തിന് അഞ്ചനാണ് പറഞ്ഞത്. ചിലപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാനോ അങ്ങനെ വല്ല ആയിരിക്കും നമ്മൾ വിചാരിച്ചു. രണ്ടുപേരെയും വിളിച്ചിട്ടില്ല. ഞങ്ങളെന്താ അറിയില്ല. ഡോക്ടർ പഴയ റൂം എനിക്ക് അറിയില്ല. ഡോക്ടർ ഇവിടുത്തെ റൂം മാത്രമേ എനിക്ക് അറിയുള്ളൂ. നിങ്ങൾ അങ്ങനെ സ്ഥലത്ത് വിളിക്കാൻ പറ്റിയല്ലോ. ഈ പറഞ്ഞ നിങ്ങൾ ലിങ്ക് ഒറ്റക്കൊറ്റക്ക് പോകേണ്ട ടീംസ് അല്ലേ? അതെ, അതെ. ഈ പറഞ്ഞ ലിങ്ക് ഇവനാണല്ലോ. അപ്പൊ പുതിയ ആൾക്കാരെ ഉണ്ടാക്കുന്നതിനിടയിലായിരിക്കാം. Link of the link. ലിങ്ക് Link of the book. ഇപ്പോഴൊന്ന് കംഫർട്ടബിൾ ആയി, സെറ്റ് ആയി. കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ എന്താ പരിപാടി? ഇപ്പം നമ്മുടെ ആഗ്രഹമായ പുറത്ത് അല്ലെങ്കിൽ എബ്രോഡ് വർക്ക് ചെയ്യാന്നുള്ള, അപ്പം അതിൻ്റെ എക്സാം, വിസ കാര്യങ്ങൾ, പ്രോസസ്സ് അതിൻ്റെ ഇടയിലാണ്. ഈ എബ്രോഡ് പോയി വർക്ക് ചെയ്യണമെങ്കിൽ നാട്ടിൽ എത്ര എക്സ്പീരിയൻസ് ആണോ? ഇപ്പം എൻ്റെ ഫീൽഡ് ഡെൻ്റലാണല്ലോ. അപ്പം ഡെൻ്റലിന് ഇപ്പം UG കഴിഞ്ഞിട്ടാണെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് വേണം, PG കഴിഞ്ഞിട്ടാണെങ്കിൽ 3 വർഷം എക്സ്പീരിയൻസ് വേണം. ഐ മീൻ UAE-ലോട്ട്. നാട്ടിൽ എത്ര എക്സ്പീരിയൻസ് വേണം? നാട്ടിലത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. നാട്ടിലത്തെ എക്സ്പീരിയൻസ് അവിടെ കാണാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പട്ടാമ്പിയിൽ നിൽക്കാൻ തീരുമാനിച്ചത്. 3 വർഷം. പിന്നെ പട്ടാമ്പിയുടെ ഇഷ്ടമായി. പിന്നെ 3 വർഷം എന്നുള്ള ഒരു 9 മാസം കൂടെ കൊടുന്നു. Stay ചെയ്തു. നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടു. ഇപ്പൊ അവിടെ പോയപ്പോ ആരെങ്കിലും മിസ് ചെയ്ത? ഞങ്ങൾ ആരെങ്കിലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒക്കെ ഓർക്കാറുണ്ട്. നിങ്ങളെ ഞങ്ങൾ മിസ് ചെയ്യാറില്ല. ഫുഡിന്റെ സിനിമ ഇങ്ങനെ ഇറങ്ങുമ്പോ അല്ല, ഫസ്റ്റ് സിനിമ നമ്മൾ എല്ലാ പടത്തിലും പോയിരുന്നു. ഇയാൾ നമ്മളെ ഓപ്പണൈമറിന് കൊണ്ട് വായ വിളിച്ചിട്ടില്ലേ? അതാണ് കൊണ്ടായിട്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ചിരുന്ന സിനിമ ഒരാള് ഇതാണ്. ഒന്ന് വേറെ ഇരിക്കാണ്. അത് 2 വട്ടം ആ, അല്ലേ? ഐമാക്സിൽ പോയിട്ട് കണ്ടില്ലേ? ഐമാക്സിൽ പോയി കണ്ടു. നിങ്ങളോട് ഒരു പ്രാവശ്യം. ഒന്ന് ഐമാക്സിലും. അപ്പൊ അങ്ങനെ. പിന്നെ രണ്ടാമത് മിസ് ചെയ്യാറ് ഫുഡ്. ഫുഡ് ആള് ഭയങ്കര ഫുഡിയാണ്. കണ്ടില്ലേ വയറൊക്കെ. അല്ലെങ്കിൽ ഞങ്ങള് സകല ഹോട്ടലിൽ പോയി ഫുഡ്. പിന്നെ ഞാൻ ഒരെണ്ണം പകുതി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മള് ഇട്ടിട്ടില്ല. ഫുഡ് കഴിച്ച് ശ്വാസം മുട്ടി. ഞങ്ങള് ഫുഡ് ബ്ലോഗ് കാണുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുക. അപ്പൊ ഞാൻ സൺഡേ വീട്ടിലിരിക്കുക. അപ്പൊ വിളിച്ചു, എന്താ പരിപാടി വെച്ചു. പ്രത്യേകിച്ച് പരിപാടി എനിക്കിങ്ങനെ കുറെ ഫുഡൊക്കെ നിരത്തി വെച്ച് കേൾക്കുന്ന വീഡിയോ ശരി എടുക്കാറുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ നേരെ പോയിട്ട് ഫസ്റ്റ് ഞങ്ങൾ പോയത് നമ്മുടെ നെസ്റ്റോ ഇല്ലേ, നെസ്റ്റോന്റെ മേലെ ഒരു ഡെസേർട്ട് ഉണ്ട്. അവിടെ പോയിട്ട് ലബൻ അല്ല, ലബൻ അല്ല, അടിപൊളി ഡെസേർട്ടാ. അവിടുന്ന് ഡെസേർട്ട് മേടിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ ലോക്കോസ് പിസ്സ 12 ഇഞ്ചിന്റെ നല്ല പിസ്സ ലോക്കോസ് പിസ്സ. അല്ല, അവൻ നമ്മളെ അറിയണം. അവൻ പിസ്സ വേണമെങ്കിൽ സ്പോൺസറും കാര്യങ്ങളൊക്കെ ചെയ്യും. സീരിയസ്ലി അവൻ ചെയ്യും. അപ്പൊ ലോക്കോസ് പിസ്സ 4 പിസ്സ അല്ല, 12 ഇഞ്ചിന്റെ 2 പിസ്സ അല്ല, 4 ടൈപ്പ് പിസ്സ. അങ്ങനെ 4 ടൈപ്പ് പിസ്സ അങ്ങനെ മിക്സ് ആക്കി തരും അവര്. 4 ടൈപ്പ് പിസ്സ 2 ആക്കിട്ട് എടുത്തു. ഹാഫ് ആക്കി. പിന്നെന്താ നമ്മൾ മേടിച്ചത്? ചിക്കനിന്ന് ഒരു ലോഡഡ് ഫ്രൈസ് ആണ്. അത് സാധനം ഇത്രയും സാധനങ്ങൾ ഇരുന്നിട്ട് കഴിക്കാൻ ചിക്കനിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. ചിക്കനിലിരുന്നിട്ട് ലോക്കോസ് പിസ്സ. ഇല്ല, അവിടുത്തെ ആളെ തന്നെ സമ്മതിച്ചെടുത്ത്. പക്ഷെ അവരുടെ സൂപ്പർവൈസർ വന്നിട്ട് സാർ ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴത്തേക്ക് 2 പിസ്സ കഴിച്ചു ചേർത്ത് ശ്വാസം മുട്ടി. എന്റെ മനസ്സിലെന്തറിയോ, എനിക്ക് പിസ്സ ഭയങ്കര ഇഷ്ടാ. ഇത് ഇതൊന്നും കഴിക്കില്ലല്ലോ, എനിക്ക് കഴിക്കാതെ ഞാൻ എന്റെ മനസ്സിൽ ഇത് ഇന്ന് കഴിക്കാൻ 2 പിസ്സ ഫുള്ള് കഴിച്ചു. 12 പീസിന്റെ 2 പിസ്സ ഫുള്ള് കഴിച്ചു. എന്നിട്ട് മറ്റേ സാധനം എടുത്ത് തുക്കാൻ മതിയായിരുന്നു. പിന്നെ ഇങ്ങനെ നടക്കണം. അവിടെ കിടക്കണു. എന്നിട്ട് പിന്നെ അപ്പോഴത്തേനും ഏട്ടൻ വന്നു. ഇങ്ങനെ കുറച്ച് വീഡിയോ എടുക്കാൻ ഏട്ടൻ വന്നു. അപ്പോഴത്തേനും അവര് വന്ന് അലമ്പാക്കി. മറ്റേ ചിക്കൻ ഇവിടെ നിന്റെ ആഫീസ് കഴിക്കാൻ പറ്റില്ല, സാറിനീറ്റ് പോണം, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ പോവാ, ഇവിടുത്തെ ആളുടെ ഡോക്ടറിനെ ഇരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങനെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് അവിടെ ഇരിക്കാണ്ട്. അത് യൂട്യൂബിൽ ചാനൽ ആണെങ്കിൽ ഒരു ഫുഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ഇതാക്കിയിട്ട് തുടങ്ങണം. ഇവിടുന്ന് പട്ടാമ്പിത്തെ ഫുഡ് മിസ് ചെയ്ത. പിന്നെ നമ്മുടെ കൽപ്പകയുടെ ഉള്ളിലൂടെ ദോശ അല്ല, അവിടെ മെയിൻ പൊറോട്ടയും ബീഫാണ്. പിന്നെ നമ്മളെ മറ്റേ പെരുമുടിയൂർ കൂടെ പോയിട്ടൊരു കട ഉണ്ടല്ലോ, കട നമ്മുടെ പാടത്തെ അടിപൊളിയാണ്. ഞങ്ങൾ ഇടക്കിടക്ക് പോകാറുണ്ട്. സൂപ്പർ
പിടിപൊളിയിട്ട മുളക് മീൻകറി മീൻകറി മുളകിട്ട മീൻകറി മുളകിട്ട മീൻകറി സൂപ്പർ. പിന്നെ ബീഫും ഉണ്ട് അവിടെ. ബീഫുണ്ട്. ബീഫ് ഒരു പ്രത്യേക മസാല സൂപ്പർ. അടിപൊളിയാണ്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ടത് പഴംപൊരി ഒന്നും പറയരുത്. പഴംപൊരി പഴംപൊരി ഇഷ്ടം? പഴംപൊരി എനിക്ക് അത് ഇഷ്ടമാണ്. കാണിച്ചോ? കായബജി ഇഷ്ടമാണ്. ലേശം കരിഞ്ഞിക്കണ്, വേറെ പ്രശ്നമില്ല. ഇപ്പൊ സുഖം കട്ടി കട്ടി കട്ടി. അല്ല, ഇനി കട്ടിയില്ലാതെ editor പറഞ്ഞിട്ടുണ്ട്. തലയും കെട്ടി. എന്താ ചങ്കിന് മൈൻഡ് നോക്കില്ലേ? അടിപൊളി. എനിക്ക് ഇവിടുത്തെ തീയണ്ടിത്തെ ഷവായി നല്ല ഇഷ്ടമാണ്. കോമഡി ആയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ലേ? ഞാൻ ആരോ പറഞ്ഞ കേട്ടത്. കേട്ടതാണ് കഴിച്ചിട്ടില്ല ഇതുവരെ. അല്ല, ഡോക്ടറിൽ മറ്റേ തുടക്കം പോലെ പിന്നെ ഉണ്ടല്ലേ? അവരുടെ മറ്റേ മാങ്ങാ സാലഡ്. ഓക്കെ ഓക്കെ. അടുത്ത ഷവർമ അടിപൊളി. ഡോക്ടർ പറഞ്ഞ ഷവർമ കഴിച്ചിട്ടില്ല. ഷവർമ അടിപൊളി. റംഷി ടിയണ്ടിക്ക് ഞങ്ങൾ അടുക്ക് പോക്കും. പിന്നെ ഇപ്പൊ എന്താ, പിന്നെ അനക്കെന്തോ ഈ ഗൾഫ് പോയതിനു ശേഷം ഏറ്റവും മറ്റേ ഇങ്ങോട്ട് വരണം തോന്നി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ല? അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇവിടെയാണോ ബെറ്റർ? അല്ല, ബെറ്റർ എപ്പോഴും ഈ പറഞ്ഞ പോലെ കൂടുതൽ സൗകര്യം എവിടെയാണോ അവിടെയാണ്. പക്ഷെ പട്ടാമ്പിയിൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോഴെങ്കിലും പോകുന്നതുകൊണ്ടും അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പരിചയമുള്ള ആൾക്കാർ, നമ്മുടെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ, അപ്പം പല ആൾക്കാർ നമുക്ക് ഒരു രീതിയിലുള്ള റെസ്പെക്റ്റ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും അങ്ങനെ അവിടെ റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്നല്ല, അവിടെ ഇപ്പോൾ വർക്ക് തുടങ്ങിയിട്ടില്ല. വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യലായിരുന്നു. പിന്നെ ആദ്യം നല്ല റെസ്പെക്ട് ആയിരുന്നു. റെസ്പെക്റ്റ് ആണ്. സാർ സാർ എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ സാർ നമ്മളെ പോലെ ആയില്ലേ? അക്ഷരം തെറ്റിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതെ. പിന്നെ ഡോക്ടർ എന്താ BDS അതല്ലേ? MDS അല്ലേ? അല്ല, BDS കഴിഞ്ഞ് MDS. ഈ BDS എത്ര 9 തരം മീൻസ് 8 തരം. 9 അല്ലേ? 8. അത് ഏതൊക്കെയാ? അത് പ്രോസ്തോ, പെരിയോ, എന്നുവെച്ചാ നമുക്ക് നോൺ ക്ലിനിക്കലും ക്ലിനിക്കലും ആയിട്ടാണ്. നോൺ ക്ലിനിക്കൽ ഈ പറഞ്ഞ പോലെ ഓറൽ പത്തോളജി എന്ന് പറഞ്ഞിട്ട് പത്തോളജി രോഗങ്ങൾ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന, പിന്നെ നമുക്ക് എന്താ പറയാ OMR എന്ന് പറഞ്ഞിട്ട് റേഡിയോളജി എന്ന് പറഞ്ഞാൽ എക്സ്റേയും കാര്യങ്ങളും അങ്ങനത്തെ. പിന്നെ നോൺ ക്ലിനിക്കൽ നമ്മുടെ എന്താ പറയുക, വായി വരുന്നില്ലല്ലോ ആവശ്യമുള്ളപ്പോൾ. അല്ല, റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനസ്സിലായി. കമ്മ്യൂണിറ്റി മെഡിസിൻ പോലെ അങ്ങനെ ഒരു വിഭാഗമുണ്ട്. പിന്നെ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മോണരോഗത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം മോണരോഗം, ഇംപ്ലാന്റോളജി, സ്ക്രൂ ഇടുന്ന പരിപാടി അങ്ങനത്തെ. പിന്നെ റൂട്ട് കനാൽ ചെയ്യുന്ന എൻഡോഡോണ്ടിക്സ് എന്ന് പറഞ്ഞിട്ട്, കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോണ്ടിക്സ് എന്ന് പറഞ്ഞിട്ട്, കമ്പിടുന്ന ഓർത്തോ. പിന്നെ ഓറൽ സർജറി എന്ന് പറഞ്ഞിട്ട് സർജറിയും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രോസ്റ്റോ എന്ന് പറഞ്ഞ പല്ല് വെക്കുന്നത്. പിന്നെ പീഡോ എന്ന് പറഞ്ഞിട്ട് പിള്ളേരുടെ പീഡോണ്ടിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മള് എല്ലാ പരിപാടിയും ചെയ്യും. കമ്പ്യൂട്ടറിൽ ഒഴിച്ച്, കമ്പ്യൂട്ടറിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് മാത്രമേ ചെയ്തുള്ളൂ. അതില് എന്താ പറയാ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല. ഇത് എല്ലാം ചെയ്ത് പഠിക്കുന്ന പിള്ളേർക്ക് വേറെ വലിയവർക്ക് വേറെ അങ്ങനെ ഉണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. നിങ്ങൾ പിള്ളേരെ എല്ലാരും ചെയ്യല്ലേ? പിള്ളേരുടെയും ചെയ്യാറുണ്ട് ഇവിടെ. ചെയ്യാറുണ്ട്. അല്ല, നമുക്കങ്ങനെ എന്താ പറയാ പേഷ്യൻസ് ജാതി ഭേദം എല്ലാരും പേഷ്യന്റ് നമുക്ക്. പിന്നെ ഇവനും അങ്ങനെ എത്ര കൊല്ലായിട്ട് പല്ല് റെഡിയാക്കി തരാന്ന് പറഞ്ഞാൽ എത്ര കൊല്ലമായിട്ട് വിളിച്ചാ ഇല്ലേ? അതെ. എന്താ വെച്ചെങ്കിൽ റെഡിയാക്കണം. ആ പല്ലിന് അവിടെ പോയിട്ട് ചെയ്യാ. ഡോക്ടർ അവിടെ ക്ലിനിക്ക് തുടങ്ങിയിട്ട് അവിടെ പോയിട്ട് ചെയ്യാ. അതാകുമ്പോ അപ്പൊ കുറച്ച് കൂടുതൽ പൈസ തരാം. അല്ല, അതുകൊണ്ടല്ല, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ടിക്കറ്റ്, വിസ, ഇതൊക്കെ മേടിച്ചു നമുക്ക് കാണും ചെയ്യാലോ. അതുകൊണ്ടാണ് അവിടെ പോയി ചെയ്യാന്ന്. പിന്നെ അപ്പൊ കുറച്ച് ദിവസം ഞാൻ അതിനോട് കാണില്ല കേട്ടോ. ഞാൻ പോവാ ഡോക്ടർ പറിക്കാൻ പോവാ. ഞാൻ എന്നോ പറഞ്ഞതാണ് അവിടെ ക്ലിനിക്ക് തുടങ്ങി നമുക്ക് അവിടെ പോയി സെറ്റ് ആവാൻ എന്നോ പറഞ്ഞതല്ലേ.
ഇന്നും കൂടെ പറഞ്ഞോളൂ. എന്ത് ഇടപെടല്? ഞാൻ മോഹൻലാലും ആന്റണി പെരുമാറും. ഡോക്ടർ മോഹൻലാൽ ഞാൻ പെരുമാറും. ആ ഒരു കൺസെപ്റ്റ് ക്യാഷിന്റെ ഡീലൊക്കെ ചെയ്യില്ലേ? ഞാൻ പറഞ്ഞത് മോഹൻലാല് ഞാൻ പെരുമാറും. ഈ സെറ്റപ്പില് നമുക്ക് ക്യാഷിന്റെ ഡീലൊക്കെ ചെയ്യില്ലേ? ബാക്കിയൊക്കെ ഫ്രണ്ട്സ് സെറ്റപ്പില് കെട്ടാന് വയ്യാത്ത കുട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോ കേട്ടിട്ടുണ്ട്. ഉറക്കെ പറ കേക്കട്ടെ എല്ലാരും. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും പറ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർ കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് ഞാൻ പറയാം. BDS അപ്പൊ ഒരാള് പഠിക്കാൻ പോവാണ്. അപ്പൊ പഠിക്കാൻ പോകുന്ന ഇപ്പൊ മുക്കി നോക്കണോടത്തൊക്കെ ക്ലിനിക്കാ. അപ്പൊ എല്ലായിടത്തും ആളുണ്ട്. അപ്പൊ ഞാനിത് പഠിച്ചാൽ ഇക്കതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ള സംശയം വരും. എല്ലാവർക്കും പല്ലുണ്ടല്ലോ പറയട്ടെ. അല്ല ഇവിടുത്തെ ക്ലിനിക്കാണ്, സോറി ഇതിനപ്പുറത്തെ ക്ലിനിക്കാണ്, അതിന്റെ അവിടെ ക്ലിനിക്ക് ഉണ്ട്. രണ്ടോ ഇതിന്റെ ഏരിയയിൽ 3 ക്ലിനിക്ക് ഉണ്ട്. 3 നമുക്ക് നോട്ടത്തില് 3 ഒറ്റ നോട്ടത്തില് 5 ക്ലിനിക്കാണ്. 5 ക്ലിനിക്ക്. ഞാൻ ഈ ക്ലിനിക്ക് ലീസിന് എടുക്കാൻ തന്നെ കാരണം അതാ. കാരണം എവിടെ ക്ലിനിക് ഉണ്ടോ അവിടെ പേഷ്യൻസ് വരും. അപ്പൊ എത്ര ക്ലിനിക് ഉണ്ടോ അത്രയും പേഷ്യൻസ് വരും. ആ ക്ലിനിക്കിന്റെ കൂട്ടത്തിൽ നന്നായിട്ട് വൃത്തിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ അടുത്തോട്ട് വരും. അതാ ചോദിച്ചാ. അപ്പൊ ഇത് പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് ഒത്തിരി ഉണ്ടല്ലോ, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കും, ചില ആൾക്കാർ നേരെ മറിച്ച് ചിന്തിക്കും. നേരെ മറിച്ച് ചിന്തിക്കുന്നവർക്ക് അത്രയും ആളുള്ളതുകൊണ്ടാണല്ലോ അത്രയും തുടങ്ങിയെന്ന് ചിന്തിക്കും. അല്ല, തുടങ്ങുന്നില്ല. അത്രയും ആളുകൾ ഉള്ളപ്പം കൂടുതൽ എവിടെയാണോ ഓപ്ഷൻസ് ഉള്ളത് അങ്ങോട്ടേക്കായിരിക്കും ആൾക്കാർ വരുന്നത്. കാരണം അവിടുന്ന് അവർക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ. കൂടുതൽ ആൾക്കാരും നേരെ തിരിച്ചു ചിന്തിക്കുക, എന്താ വേറെ ക്ലിനിക്ക് അടുത്ത് തുടങ്ങി അത് പാരയാകും എന്നുള്ള രീതിയിൽ. പക്ഷെ എന്റെ കോൺസെപ്റ്റ് അങ്ങനെയല്ല. പിന്നെ എന്നിട്ട് ഇവിടെ വന്നിട്ട് അവര് ചോദിക്കും ആരാ നല്ലത്. ബസ് ഇറങ്ങുമ്പോൾ നേരെ കടയിലുള്ള മുന്നിലെടുത്ത് ചോദിക്കും, താഴെയുള്ള ക്ലിനിക്കിന്റെ അടിയിൽ ആരാണോ അവരുടെ ചോദിക്കും. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ആൾക്കാരെങ്ങനെ ഇതിന് നല്ല ഹാൻഡ് സ്കില്ല് വേണം, പിന്നെ അങ്ങനെ സ്കില്ലൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഡോക്ടർമാർക്കും വേണ്ട എല്ലാവരും അങ്ങനല്ല, ഇതിന് പ്രത്യേകമാണ്. ഇത് ഒരു മറ്റേ ആർട്ട് പോലെ ആർട്ടാണ്, ഒരു ആർട്ടിസ്റ്റ് ആണ് ഒരു ആണ്. കാരണം നമ്മൾ ഈ പല്ലൊക്കെ റെഡി ആക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആക്കുമ്പോഴത്തേക്കും ഈ ട്രീറ്റ്മെന്റിൽ കുറെ ആർട്ട് റിലേറ്റഡ് കാര്യങ്ങളാണ്. ഒരു ഡോക്ടറാണ്, എഞ്ചിനീയർ ആണ്, ഒരു ആർട്ടാണ്. പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വേറെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ പഠിച്ച് പ്രിപ്പയർ ആയിട്ട് ഞാൻ ഉണ്ടല്ലോ എക്സാമിന് പോലും വീട്ടിൽ ആത്മാർത്ഥത ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഇപ്പൊ നിങ്ങളെല്ലാരും ഞാൻ കാണുന്നില്ലേ, ഇതേപോലെ കൃത്യനിഷ്ഠമായിട്ട് ജോലിയും കാര്യങ്ങളും എല്ലാം കൊണ്ടു നടക്കുന്ന ആ സത്യം ശരിക്കും. നിങ്ങളെല്ലാം ഇവനെ കണ്ടുപിടിക്കണ്ടേ? എടാ ഇവനിപ്പം ഉള്ളത് ഒരു തെറ്റാ. അവൻ നല്ല വൃത്തിക്ക് കാര്യങ്ങൾ കണ്ടോ. ഇന്ന് തന്നെ അവൻ രാവിലെ എവിടെ പോയി, പിന്നെ ജോലിക്ക് പോയി. പക്ഷെ നിങ്ങളെല്ലാരും പോയില്ലേ? പക്ഷെ ഇവന്റെ കണ്ണു നോക്കി, പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും സഹായിക്കും കേട്ടോ. അതുകൊണ്ട് പ്രശ്നമില്ല, പാവം സഹായിക്കല്ലോ. അതുകൊണ്ടല്ലേ എന്നെ പറ്റി ഒന്നും പറഞ്ഞില്ല. ശരിയാണ്. എന്താ പറയാ, ഇവനാണ് എനിക്കൊരു ദിവസം ബാർബർ ഷോപ്പ് റെഡിയാക്കി തന്നെ ഫുള്ള് സെറ്റാക്കി. അല്ലെ പഠിക്കാൻ അറിയോ ഇവനെന്താ ഇതാക്കത്തെന്നറിയോ? ഇവൻ നമ്മളെല്ലാ പരിപാടിക്കും വിളിക്കും. ഇവൻ വരില്ല. ഒന്നാമത്തെ കാര്യം, ഇനി ഏതെങ്കിലും പരിപാടിക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞങ്ങൾ ടൂർ പോകാൻ പ്ലാൻ ചെയ്തു. ഞങ്ങള് ഗോവയ്ക്ക് ടൂർ പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ ഏകദേശം ഞങ്ങൾ എല്ലാവരും സെറ്റാണ്. ഞങ്ങൾ 5-6 ആൾക്കാരുണ്ട്. ഒക്കെ ടിക്കറ്റ് എടുക്കാൻ, ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ ഇതായി, എല്ലാം സെറ്റായി. ഒരു ദിവസം ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് പോകണം. അതേ ഞാൻ നിർബന്ധിച്ചു വാടക പോകാൻ. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും പൈസ അവസാന സമയത്ത് പൈസ ഇല്ല നമ്മൾ കൊണ്ടുപോകും. അതൊരു വിഷയമല്ല. പൈസ ഇല്ല വിഷയമല്ല. വേറെ എന്തെങ്കിലും പരിപാടി കിട്ടി കാണാം. ഒരു പരിപാടി ഇതെന്നറിയോ, എന്തേലും ഒരു തുറന്ന് പറയല്ലോ. ഇന്നിപ്പോ അഭ്യനെ രാവിലെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവൻ പറയും ഇന്നിപ്പോ എടുക്കണോ, ഇന്നിപ്പോ രാവിലെ നേരത്തെ എണീറ്റ്. അതെന്നെ അവനെ വിളിക്കാൻ ചെയ്യും. നീ സിംഗിൾ അല്ലല്ലോ, നീ സിംഗിൾ അല്ലല്ലോ. ആണോ അല്ലേ? മറ്റേതല്ലേ, മറ്റേ ഈ സാധനം എന്താ പറയാ, റിലേഷൻഷിപ്പ്
റിലേഷൻഷിപ്പിലല്ലേ? ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് മൈ ഇന്റേൺഷിപ്പ് അല്ലേ? അല്ല അന്ന് വന്ന കൊച്ച് അത് നിന്റെ കമ്പനി വർക്ക് ചെയ്തല്ലേ? ഇപ്പൊ പഴയ പോലൊന്നല്ല, ഇപ്പൊ പരസ്ത്രീ ബന്ധം. കട്ടില്ലെന്ന് പറഞ്ഞ ആദ്യം നീല ആദ്യം കട്ടിയണെന്നൊക്കെ പറഞ്ഞു. ഇത് ചുമ്മാ തമാശക്ക് പറയാം. സത്യവാൻ അയ്യപ്പൻ നായരാണ്. അയ്യപ്പൻ നായർ രശ്മി നായരൊക്കെ അങ്ങനെ ഫേമസ് ആവും. നമ്മളൊക്കെ വർക്കണേ സുബിക്കപ്പ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അല്ല സുബിക്കപ്പ അല്ല സുബിക്കപ്പ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എന്നെ പറ്റി പറയാൻ പറഞ്ഞ എന്നെ പറ്റി എന്തെങ്കിലും നല്ല കാര്യം പറയാനാ പറയാനില്ല. ഓക്കെ ഓക്കെ. നല്ല പറയാൻ ഈ കൂട്ടത്തിൽ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ കൂട്ടുമ്പോ ഈ കൂട്ടത്തിൽ കാണാൻ കൊള്ളാന്ന് തന്നെ. അതെ, നിനക്കാണ് ലുക്കുള്ളത്. ലുക്കിന് കാര്യമില്ലേ? കൊള്ളാം. ഒരാളെ പേര് പറയാൻ പറ്റില്ല, ഒരുപാടുണ്ട്. അപ്പൊ ഒരാളുടെ പേര് പറഞ്ഞാൽ അടുത്ത ആൾ അടിയാവും. അങ്ങനെ വിഷയം അതാണ് ശരിക്കും. അതാണ് അപ്പൊ നീ കുടുങ്ങി. ഇത് പുറത്താണിക്കാൻ പറ്റില്ല. ഇത് പുറത്ത്. അതെ, ഇതിങ്ങനെ മാലപ്പടക്കം പോലെ ഒന്ന് പൊട്ടിയാൽ പൊട്ടി പൊട്ടി പൊട്ടിക്കൊണ്ടിരിക്കും. അതാ പ്രശ്നം. ഇവ പിന്നെ മുൻകൂട്ടി പറഞ്ഞില്ലാരും മുൻകൂട്ടി എല്ലാവരും പറഞ്ഞു. എന്നോട് ചാടണം. ഇതിന്റെ കാര്യം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എണ്ണ വെച്ചിട്ടാ എങ്ങനെ പിടിച്ചാലും പഴുതി പോയി. എണ്ണ വെച്ചിട്ട് ഇവനൊരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഉണ്ടാക്കാറുള്ളൂ. എടുത്തണല്ലോ. ചിരി ഒരാളവിടെ ചിരിച്ച് അത് മുന്നിലേക്ക് വരില്ല. ഇതിലേക്ക് വരില്ല. നാണോ നാണോ. ഇതൊക്കെ വിറ്റ് വരവിന് ശേഷം അതിനുശേഷം ഇറങ്ങാൻ വിചാരിച്ച് ഇറങ്ങേണ്ടി ആ സമയത്ത് ഞങ്ങൾ ഇവരൊക്കെ തട്ടും. നിങ്ങൾ ഈ പട്ടാമ്പിയിൽ എന്താ പറയാ, എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം? എന്നാ ഇന്നത്തെ പട്ടികടിയെ കുറിച്ചോ? ഈ പല്ല് പറിക്കല് ഇതൊക്കെ ഇല്ലേ, അതിന്റെ ഇടയില് കോമഡി ആയിട്ടുണ്ടായിരുന്ന കോമഡി ട്രാജഡി എല്ലാം ഉണ്ടല്ലോ ഇഷ്ടംപോലെ. തുടക്കത്തില് നമ്മള് എന്താ പറയാ, ഡോക്ടർ ആരെങ്കിലും കീഴ് പഠിപ്പ് കഴിഞ്ഞിട്ട് ആരെങ്കിലും കീഴിലാണോ ആദ്യം ജോലി എടുത്ത്? സത്യം പറഞ്ഞാൽ എനിക്ക് ആരുടെ അണ്ടറിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ ആയിരുന്നോ? അല്ല, കിട്ടിയിട്ടില്ല. ഫസ്റ്റ് എനിക്ക് ഒറ്റയ്ക്ക് ഒരു ക്ലിനിക്ക് നോക്കാനാ കിട്ടിയത്. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ചു. ഒരു ഗസ്റ്റ് വന്ന് ചായ ഒന്നുമില്ലേ, പെണ്ണാണോന്നൊക്കെയാ പറഞ്ഞു. പെണ്ണാണോന്ന് ഗസ്റ്റിന് ചായ കൊടുക്കണ്ട, ഞങ്ങൾക്ക് ചായ ഞങ്ങൾ കുടിക്കും. ശരിയാ. ആരും കീഴിൽ നിന്നിട്ടില്ല. അല്ല, തുടക്കം മുതലേ അങ്ങനെ ഒരു ഇത് കിട്ടിയില്ല. പിന്നെ ആവശ്യത്തിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡൗട്ടൊക്കെ ചോദിക്കാൻ വേണ്ടി സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷെ തുടക്കം മുതലേ ഒറ്റയ്ക്കാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയി കുറെ കാര്യങ്ങൾ പഠിച്ചു. മനസ്സിലായി? അപ്പൊ അങ്ങനെ കുടുങ്ങിയിട്ടില്ല എന്ന് പറയത്തില്ല. കാരണം നല്ല വൃത്തിക്ക് നല്ല വൃത്തിക്ക് ഒരാളുടെ അണ്ടറിൽ വെക്കുമ്പോൾ ആളുടെ എക്സ്പീരിയൻസ് കൂടി നമുക്ക് കിട്ടുമല്ലോ. ആണ്. പക്ഷെ എനിക്കങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ. അല്ലല്ല, എനിക്കങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പം പറ്റിയിട്ടില്ല. ചിലവർക്ക് നമ്മളിപ്പോ ഒരാളെ അണ്ടറിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിച്ച് ഏൺ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഉണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത്രയും നമ്മള് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യം തുടക്കത്തിൽ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഏണിംഗ് ഒക്കെ കുറവായിരിക്കും. പിന്നെ കാര്യങ്ങൾ നമ്മൾ വൃത്തിക്ക് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ചും നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ടും താനേ കൂടും. സത്യം പറഞ്ഞാൽ ഇതിപ്പോ പഠിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇത് പഠിപ്പിക്കാൻ പോലെ നമുക്ക് അങ്ങനെ പഠിപ്പിക്കാൻ. അപ്പൊ ഡോക്ടർക്ക് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇതിനെ വേറെ റിസർച്ച് ചെയ്യുക, പഠിക്കുക, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പഠിപ്പിക്കാൻ എനിക്ക് ക്ലിനിക്കൽ വർക്കാണ് കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചാൽ ആൾക്കാരെ ഈ വേദനയായിട്ട് വരുന്നവരുടെ വേദന മാറ്റി കൊടുക്കുന്നതൊക്കെ ഒരു അല്ല, അതൊരു സുഖം. കാരണം അത് സംതൃപ്തി നമുക്ക് ഭയങ്കര സംതൃപ്തിയല്ലേ. പല ആൾക്കാര് വരും, അവര് ഈ പറഞ്ഞ പോലെ വേദന മാറ്റി കൊടുക്കുമ്പം അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ദിവസം മാത്രമല്ല, പിന്നെ എപ്പോൾ കണ്ടാലും ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അത് അവരുടെ സംസാരത്തിൽ നിന്ന്, അവർ നമ്മളെ കണ്ടിച്ചിരിക്കുന്നതിൽ നിന്ന്, മറ്റുള്ളവരുടെ അടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് പല കാര്യങ്ങളുണ്ട്. ഭയങ്കരമായിട്ട് കണക്റ്റഡാ. അപ്പം നമ്മള് സംസാരിച്ചല്ലേ കണക്ട് ആവണല്ലേ. സാറ്റിസ്ഫാക്ഷൻ. ഇന്നത്ര ആൾക്കാർ അറിയില്ല,
പോയി കഴിഞ്ഞാൽ ഡോക്ടർ അതിപ്പോ ഞാൻ പോകുമ്പോൾ നമ്മള് ഞാൻ ഡോക്ടറിന്റെ ബൈക്കിൽ പുറകിൽ പോകുമ്പോ ഇയാൾ എല്ലാവർക്കും കൈയ്യാണ് നമുക്കറിയില്ല. അതന്നെ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട് അല്ലേ. രാവിലെ നീറ്റ് ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോവാ. നമ്മളൊരു സ്കൂൾ നമ്മളൊരാൾ പോയിട്ടില്ല. ഇവിടെ പട്ടാമ്പിയില് ബാസ്കറ്റ് ബോളിന്റെ ടീമിലൊക്കെ ഉണ്ട്. ആ കപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്ത് ആള് വന്ന് വരേണ്ടി വന്നു. പട്ടാമ്പിയിലെ സ്വന്തമായി കുറിച്ച് ഞാൻ പറയാൻ പട്ടാമ്പിയിലെ ആൾക്ക് മറ്റേ ബെസ്റ്റ് പ്ലെയർക്ക് ഇവിടെ പട്ടാമ്പിയിലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ട്രോഫിയല്ലേ കിടന്നു ഞാൻ കൊള്ളാം. ആ ട്രോഫിയുടെ മുകളിലെവിടെ ഒരെണ്ണം വാങ്ങിക്കാനുണ്ട്, മുനിസിപ്പാലിറ്റി ഇരിപ്പുണ്ട്. നാളെ പോയി അടിക്കാം. അന്നേരം മറിച്ച് വിറ്റ് ആ പൈസ ചോറ് 100 ട്രോഫി. അപ്പൊ ഈ MBBS-ഉം BDS-ഉം തമ്മിൽ എന്തെങ്കിലും പിന്നെ കണക്ഷൻ എന്തൊക്കെയാ? എന്തുവാണ് MBBS-ഉം BDS-ഉം കണക്ഷൻ വ്യത്യാസമല്ല കണക്ഷൻ. MBBS-ഉം BDS-ഉം കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മള് തുടക്കം ആദ്യത്തെ 2 വർഷം പഠിക്കുന്നതും MBBS-കാരും BDS-കാരും പഠിക്കുന്ന സെയിം സബ്ജക്ട്സാണ്. അതില് മൊത്തം സെയിം സബ്ജക്ട്സാണ്. പക്ഷെ ചില 2 സബ്ജക്റ്റ് മാത്രം നമ്മൾ അവരുടെ ഒരു 40% ഉള്ളൂ പഠിക്കുന്നത്, 2 സബ്ജക്റ്റ്, ബാക്കിയെല്ലാം സെയിമാണ്. ഡോക്ടർ എന്താ MBBS ചൂസ് ചെയ്യാനുണ്ട്? MBBS-ഉം BDS-ഉം വേണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷെ പിന്നെ എന്താ പറയുക, MBBS ആകുമ്പോൾ കുറച്ച് കൂടുതൽ കഷ്ടപ്പെടേണ്ടതെന്ന് ഓർത്തപ്പോഴത്തേക്കും എന്നാൽ പിന്നെ BDS ആയിരിക്കും എളുപ്പം എന്ന് ഓർത്ത് കയറിയതാണ്. ഈ MBBS-ന് കിട്ടാത്തൊരു BDS ചേർന്നൊരു ഇതില്ലേ? ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അത് ഈ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം MBBS-ലോട്ട് കയറാനാണ് എനിക്ക് നേരെ തിരിച്ചായിരുന്നു. എനിക്ക് കയറാനേ വേണ്ടായിരുന്നു. അപ്പം ഉമ്മയും കൂടെ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ തള്ളിച്ചേരാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പമായതാന്നുള്ള രീതിയിൽ കയറിയതാണ്. നമ്മളെക്കാൾ കൂടുതൽ പഠിക്കണം നഴ്സിംഗും ഫിസിയോതെറാപ്പിയും ഒക്കെ. അപ്പം അതൊന്നും എനിക്ക് ശരിക്കും പറ്റത്തേ ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കിയതാണ്. എളുപ്പമുള്ളത് നമ്മുടെ ആഗ്രഹം ഞാൻ അല്ലറ ചില്ലറ ഡാൻസ് കളിക്കും തുടക്കത്തിൽ. പിന്നെ 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 എനിക്ക് പോലീസ് ചേരണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഉപ്പായമ്മ ഇങ്ങനെ നമുക്ക് BDS കഴിഞ്ഞിട്ടും ചേരാല്ലോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോ പോവോ ഇല്ലല്ലോ. സ്ഥിരമായിട്ടൊരു പ്രൊഫഷൻ കിട്ടിയിട്ട് നിനക്ക് ജോലി ചുമ്മാ അല്ല ഇങ്ങനെ എന്തെങ്കിലും അടിയൊക്കെ ആയിട്ട് പല്ല് പോയി കഴിഞ്ഞാൽ നോക്കും ചെയ്യാലോ. 5 വർഷമല്ലേ? പല്ലിന് മാത്രം 5 വർഷം പഠിക്കാനുണ്ടോ? പിന്നെ പല്ലിന് മാത്രം 5 വർഷം പഠിക്കാൻ നീ എന്നോട് ചോദിച്ചില്ലേ ഒരു എത്ര സബ്ജക്ട്സ് ആണ് ഉള്ളത്, ഇതിൻ്റെ അത് എത്ര കാറ്റഗറി ഉള്ളത്. അപ്പൊ അത്രയും 8 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും കുറേ ഉണ്ട്. ഇനി അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ 3 വർഷം എക്സ്ട്രാ MDS പഠിച്ചത്. ചായ കുടിക്കുന്നത് നല്ലതാണ്. പല്ലിന് നല്ലതുകൊണ്ട് എല്ലാം ഒരു അളവിൽ വേണം ചെയ്യാൻ. ചായ കുടിയാണെങ്കിൽ കേട്ടോ, എന്തും അധികമായാലും അമൃതം എന്നല്ലേ. കഴിഞ്ഞ മോന്തിരുന്നല്ലോ കോഫി വിത്ത് കരണ എന്നൊക്കെ പറയുന്ന പോലെ കോഫി വിത്ത്. അപ്പൊ ഈ പല്ല് ക്ലീനിങ് ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ എത്ര മാസം ക്ലീനിങ് അല്ലേ? അപ്പൊ അത് എത്ര മാസം കൂടുമ്പോ ചെയ്യുന്നതാണ്? 1.5 വർഷം കൂടുമ്പോ. 1.5 വർഷം കൂടുമ്പോ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എന്തോ അധികമായാലും അമൃതവും വിഷം. അപ്പം നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും ആവശ്യത്തിന് ചെയ്യുക. ഇപ്പൊ ചെളി പറഞ്ഞ പോലെ ചില ആൾക്കാർ മര്യാദയ്ക്ക് പല്ലിയേക്കത്തില്ല, ചില ആൾക്കാർ മര്യാദയ്ക്ക് പല്ലിയേക്കും. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ചിലർക്ക് 6 മാസം കൂടുമ്പോൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അത് അവരുടെ വായിക്കാത്ത പ്രശ്നങ്ങളും ചെളിയും ഒക്കെ കെട്ടിക്കിടക്കുന്ന അനുസരിച്ചിരിക്കും. ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഈ മൗത്ത് ക്യാൻസർ ഒരുപാട് കാണുന്നുണ്ട്. അത് പണ്ട് മുതലേ ഇപ്പൊ ഒരുപാട് കൂടിയുണ്ടല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴേലും? നീ റെഫർ ചെയ്ത് എവിടെയൊക്കെയോ എന്താ പറയാ കുറച്ച് ഓവറായിട്ട് അല്ലല്ല ഉണ്ട്. ഈ 10ൽ 2 പേർക്ക് ക്യാൻസർ ഓടിക്കുന്നു പറഞ്ഞ പോലെ ഇല്ല. ഇത്രയും ഞാൻ കടന്നു വരാതിരിക്കില്ല. മൗത്ത് ക്യാൻസർ വരാനുള്ള കാരണങ്ങൾക്കേ പോണത്.
ആ കാരണങ്ങളൊന്നും അറിയണം. ഇഷ്ടംപോലെ അറിയണം. കാരണങ്ങൾ അറിയണം. ഈ സിഗരറ്റ് വലി, സ്വയം ഇപ്പൊ ഹൈജീൻ നോക്കാത്തത് ഇപ്പം ഉണ്ടാവുന്ന ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് നമ്മുടെ മൈൻഡ് ആക്കാണ്ടിരുന്നിട്ട് ഒരു കാര്യം പൂർത്തീകരിക്കാൻ സമ്മതിക്കത്തില്ല. ഇടയിൽ കയറി പറഞ്ഞത് അപ്പം അല്ല ഇത് കട്ടാക്കണല്ലേ കേട്ടോ. അപ്പം നമ്മള് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓറൽ ഹൈജീൻ നോക്കാത്ത കാരണം തൊട്ട് സിഗരറ്റ് വലി, കള്ളുകൂടി, പാൻ പരാഗ്, നമ്മൾ ഈ എരിവ് അധികം കഴിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളിലും ഇതൊന്നും ചെയ്യാത്തവർക്കും ഇത് വരുന്നില്ല. അതെങ്ങനെയാണ്? റേഡിയേഷന് പിന്നെ മുറിയായിട്ടൊക്കെ അങ്ങനെ അല്ല ചില ആൾക്കാർക്ക് ജനറ്റിക്കലി കൈമാറിയ എന്തെങ്കിലും ജീൻ ഇഷ്യൂസ്, പിന്നെ നമ്മൾ ഈ ജീവിക്കുന്ന സാഹചര്യവും ഈ പറഞ്ഞ പോലെ ഇപ്പം സിഗരറ്റ് വലിയും കള്ളും കുടിയും ഇല്ലാത്ത ഒരാള് പുക വലിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിരുന്ന് സംസാരിച്ച് അങ്ങനെ റിലേറ്റഡ് ആയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പട്ടാമ്പി കണ്ടില്ലേ, മൊത്തം റോഡും പൊടിയും. ഈ പൊടിക്കകത്ത് നിന്നാൽ തന്നെ പല പ്രശ്നങ്ങളും വരും. പിന്നല്ലാണ്ട് ഞങ്ങളുടെ സ്റ്റുഡിയോ തല്ലി പൊളിക്കും ചിലപ്പോ. ഒരാള് പറഞ്ഞിട്ട് മുമ്പ് റോഡിനെ പറ്റി പട്ടാമ്പി റോഡിനെ പറ്റിയിട്ട് ഒരാള് പറഞ്ഞിട്ട് വലിയ വിഷയമില്ലേ. അല്ല എല്ലാ കാര്യങ്ങളും ആൾക്കാരിപ്പം കേട്ടാൽ തന്നെ അത് അല്ല ഇപ്പം ഒരു കാര്യം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അത് ഇന്ന് ആൾക്കാർ നെഗറ്റീവായിട്ട് എടുക്കും, പോസിറ്റീവായിട്ട് എടുക്കും. സത്യം പറഞ്ഞാൽ നല്ല മനസ്സുള്ളവർ എപ്പോഴും പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിനെ നല്ല രീതിയിൽ കൺവേ ചെയ്യാനേ നോക്കത്തുള്ളൂ. ഒരു അതിൽ നമുക്ക് മനസ്സിലാവില്ല ആരാണ് നല്ലത് ആരാണ് ഇല്ലേ ഇല്ലേ.